ശ്രീമദ് ഭഗവത്ഗീത സുദർശനം ഭാഷാഭാഷ്യം പ്രഭാഷണ പരമ്പരയുടെ 20-ാം ഭാഗത്തിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഗീത 2-ാം അധ്യായത്തിലെ സാമൂഹികമായും ആത്മീയമായും പ്രസക്തി ഏറെയുള്ള 3 ശ്ലോകങ്ങൾ, അതായത് ശ്ലോകം 42, 43, 44 ആണ് കഴിഞ്ഞ ഭാഗത്തിൽ നാം വിശദമായി ചർച്ച ചെയ്തത്. വിശ്വാസപരമായ ആത്മീയതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ് മിക്ക ഗീതാവ്യാഖ്യാനങ്ങളും എന്നതിനാൽ ഇതിനോട് ചേർന്നു പോകാത്ത നിശിതമായ സാമൂഹിക വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ശ്ലോകങ്ങളെ അവയുടെ ശരിയായ അർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് സമൂഹത്തിൽ അവതരിപ്പിക്കാൻ പലരും മടി കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഗുരു നിത്യചൈതന്യ യതിയുടെ സാക്ഷ്യപത്രത്തോടെ കഴിഞ്ഞ ഭാഗത്തിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. ഇങ്ങനെ ഗീത പറയുന്നതിൽ ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് തങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഗീതയെ അവതരിപ്പിക്കുന്നതാണ് സമൂഹത്തിൽ ഗീതയെ സംബന്ധിച്ച് തെറ്റായ പല ധാരണകളും പരക്കാൻ കാരണമായിട്ടുള്ളതെന്നും ഞാൻ വിശദീകരിച്ചിരുന്നു. ശരി, ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്ലോകം 45. ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്തു നിർയോഗക്ഷേമാത്മവാൻ. അർത്ഥം: വേദങ്ങൾ ത്രിഗുണാത്മകങ്ങളാണ്. നീ ത്രിഗുണാതീതനും ദ്വന്ദ്വരഹിതനും സത്യനിഷ്ഠനും യോഗക്ഷേമങ്ങൾ ഗണിക്കാത്തവനും ആത്മനിഷ്ഠനുമായി തീരുക. ത്രിഗുണങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ചില ഭാഗങ്ങളിലും പരാമർശിച്ചിരുന്നു എങ്കിലും അതിൻ്റെ കൂടുതൽ വിഷയങ്ങൾ പിന്നീട് പറയാമെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്. ഈ ഗുണവിഷയത്തെക്കുറിച്ച് ഒരു അധ്യായം തന്നെ ഇനി വരുന്നുണ്ട് എന്നതിനാൽ വളരെ വിശദമായ ചർച്ചയിലേക്ക് പിന്നീടത് പോകേണ്ടതുണ്ട്. എങ്കിലും ഈ ശ്ലോകം മനസ്സിലാക്കാൻ ആവശ്യമായ ഒരു വിശദീകരണം ഞാൻ ഇവിടെ നൽകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. നശ്വരമായ ഈ പ്രപഞ്ചവും മനസ്സും ബുദ്ധിയും എല്ലാം തന്നെ സത്വ രജസ് തമോ ഗുണങ്ങളിൽ നിന്നുണ്ടായതാണെന്ന് മുൻപ് സൂചിപ്പിച്ചിരുന്നു. അതായത് നശിച്ചു പോകുന്ന എല്ലാം തന്നെ, ഈ പ്രപഞ്ചം നശിക്കുന്നതാണ്, നമ്മുടെ ബുദ്ധിയും മനസ്സും ശരീരവും എല്ലാം നശ്വരങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള നശ്വരങ്ങളായ എല്ലാ അവയും തന്നെ സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളിൽ നിന്നുണ്ടായതാണെന്ന് ആണ് സിദ്ധാന്തം. തമോ ഗുണം മാന്ദ്യത്തെയും ചിന്തയില്ലായ്മയെയും, രജോ ഗുണം ആസക്തിയെയും ചുറുചുറുക്കിനെയും, സത്വഗുണം അനാസക്തിയെയും ശാന്തിയെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈ 3 ഗുണങ്ങളും, അതായത് സത്വം, രജസ്, തമസ്, ഏറ്റക്കുറച്ചിലുകളോടെ എല്ലാ വ്യക്തികളിലും ഉണ്ടായിരിക്കും. അതിൻ്റെ ആനുപാതികമായ വ്യത്യാസം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. എല്ലാവരിലും ഈ 3 ഗുണങ്ങളും ഉണ്ട്. വേദങ്ങളിൽ, അതായത് വേദങ്ങളുടെ കർമ്മകാണ്ഡം എന്നാണ് വിവക്ഷ ഇവിടെ, വേദങ്ങളിൽ പറയുന്ന വിധികളെല്ലാം തന്നെ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇത് ചെയ്താൽ അത് കിട്ടും എന്ന് പറയുന്ന സ്വാർത്ഥപരമായ വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്ന വേദങ്ങളുടെ യജ്ഞാദി കർമാചരണം മാതിരിയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത് ഇവിടെ. അപ്പോൾ വേദങ്ങളിൽ പറയുന്ന വിധികളെല്ലാം തന്നെ ഈ ത്രിഗുണാത്മകമായ ഭൗതിക വിഷയങ്ങൾ മാത്രമാണ്. അതായത് കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗപ്രാപ്തി അടക്കമുള്ള ഗുണഫലങ്ങൾ ലഭിക്കുമെന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. അപ്പം ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളെല്ലാം തന്നെ ഇതെല്ലാം സ്വാർത്ഥപരമായ കർമ്മങ്ങളാണ്. സ്വാർത്ഥപരമായ കർമ്മങ്ങൾ പാപത്തെ സഞ്ചയിപ്പിക്കും എന്നാണ് ഭഗവത്ഗീത ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വേദത്തിൻ്റെ ഈ ത്രിഗുണങ്ങളിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ, ഭൗതിക വിഷയങ്ങൾ മാത്രമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം കാണിക്കാൻ ഈശ്വര സാക്ഷാത്കാരം ലക്ഷ്യമാക്കുന്നവർക്ക് അത് ഗുണകരമാകില്ലെന്നാണ് ഇവിടെ പറയുന്നത്. ഈശ്വര സാക്ഷാത്കാരം ലക്ഷ്യമാക്കുന്നവർ വേദങ്ങളുടെ ഈ ത്രിഗുണാത്മകമായ തലം കടന്ന് അതിനപ്പുറമുള്ള ആത്മതലത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്. ഈ നശ്വരമായ ഭൗതിക വിഷയങ്ങളിലാണ് നമ്മുടെ മനസ്സ് ഇങ്ങനെ ഉടക്കിക്കിടക്കുന്നത് എങ്കിൽ
നമുക്ക് ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ മോക്ഷം കിട്ടുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല എന്നാണ് ഈ പറയുന്നത്. ആത്മീയ തലത്തിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവർ വേദങ്ങൾ വിധിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിലും അതുകൊണ്ടുണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ഗുണദോഷ ഫലങ്ങളിലൊന്നുമല്ല ശ്രദ്ധിക്കേണ്ടത്, ആത്മജ്ഞാനപരമായ വേദാന്തത്തിലായിരിക്കണം എന്നാണ് സാരം. അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നത്, പാർത്ഥ, നീ അതിനായി ശ്രമിക്കൂ. ആത്മജ്ഞാനിക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഭഗവാൻ അർജുനനെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു, ആത്മജ്ഞാനി സത്യനിഷ്ഠനും ആത്മനിഷ്ഠനും വിപരീത ഭാവങ്ങളെ സമമായി കാണുന്നവനും യോഗക്ഷേമങ്ങളിൽ താല്പര്യമില്ലാത്തവനുമാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ യോഗക്ഷേമം എന്ന് പറയുന്നത് നമ്മളൊരു നല്ലൊരു പദമായിട്ടാണ് പലരും ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഗീത ഈ യോഗക്ഷേമത്തെക്കുറിച്ച് പറഞ്ഞ അത്ര ഗുണകരമായിട്ടല്ല. കൈവശമില്ലാത്തതിനെ സമ്പാദിക്കുന്നതിനെയാണ് യോഗമെന്ന് പറയുന്നത്. കൈവശമുള്ളതിനെ സംരക്ഷിക്കുന്നതാണ് ക്ഷേമം. അപ്പോൾ യോഗക്ഷേമം എന്ന് പറഞ്ഞാൽ കൈവശപ്പെടുത്തലും സംരക്ഷണവും, അതായത് അക്വിസിഷൻ ആൻഡ് പ്രിസർവേഷൻ, ഇതെല്ലാം തന്നെ സ്വാർത്ഥപരമായ കാര്യങ്ങളാണ്. ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവ രണ്ടിലും അതിരുകടന്ന ആഗ്രഹം വെച്ച് പുലർത്തരുതെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അതായത് വേദാന്തപരമായി നോക്കിയാൽ അല്ലെങ്കിൽ ഭഗവത്ഗീത പ്രമാണങ്ങൾക്കനുസരിച്ച് നോക്കിയാൽ ഈ യോഗക്ഷേമം എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തിക്ക് അനുകൂലമല്ലാത്ത ഒരു ഘടകമായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ശ്ലോകം 46 ഒന്ന് നോക്കാം. യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലൂതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. അർത്ഥം, എല്ലായിടവും വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ കിണർ കൊണ്ട് എന്ത് പ്രയോജനമുണ്ടാകുമോ അത്രയ്ക്ക് പ്രയോജനമേ ജ്ഞാനിയായ ബ്രാഹ്മണന് വേദങ്ങളെല്ലാം കൊണ്ടും ഉണ്ടാകുകയുള്ളൂ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് ഒന്ന് നോക്കാം. കിണർ കുഴിക്കുന്നത് അല്ലെങ്കിൽ കുളം ഉണ്ടാക്കിയെടുക്കുന്നത് വെള്ളം ഉപയോഗിക്കാനായിട്ടാണെന്ന് നമുക്കെല്ലാം അറിയാം. വെള്ളപ്പൊക്കം വന്ന് എല്ലായിടവും വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കിണർ കൊണ്ടോ കുളം കൊണ്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. ഇതുപോലെയാണ് ബ്രഹ്മജ്ഞാനിക്ക് വേദങ്ങൾ കൊണ്ടുള്ള പ്രയോജനവും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വെള്ളത്തിനായി കിണർ കുഴിക്കണമെന്നതുപോലെ ജ്ഞാനമുണ്ടാകാനായി വേദങ്ങൾ പഠിക്കണം. വേദങ്ങളെ ശരിയാവണ്ണം പഠിച്ച് ബ്രഹ്മജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ വേദങ്ങളെ കൊണ്ട് വെള്ളപ്പൊക്കമുള്ളിടത്തെ കിണർ കൊണ്ടുള്ള പ്രയോജനമേ ജ്ഞാനിയായിട്ടുള്ള വ്യക്തിക്ക് ഉണ്ടാകാനുള്ളൂ. അതായത് വിദ്യ പഠിക്കുന്നതിനാണ് ഗ്രന്ഥങ്ങളുടെ ആവശ്യം വരുന്നത്. വിദ്യ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രന്ഥങ്ങളെ കൊണ്ട് അത് പഠിച്ചവന് വലിയ പ്രയോജനമൊന്നും ഇല്ല എന്നതാണ് സത്യം. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം കുട്ടിയായിരിക്കുമ്പോൾ എഞ്ചുവടി ഉപയോഗിച്ചാണ് നമ്മൾ ഗുണനവും ഹരണവും ഒക്കെ പഠിക്കുന്നത്. പക്ഷേ ഒരു 10ാം ക്ലാസ്സോ +2 ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എഞ്ചുവടിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ വിരൽ കൊണ്ടുള്ള കണക്കുകൂട്ടലിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം ഏത് വിഷയമാണെങ്കിലും അത് പഠിക്കുന്നത് അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കുന്നതിനായിട്ടാണ്. അന്തസത്ത അതിൻ്റെ പൊരുൾ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രന്ഥം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഇതുപോലെ തന്നെ വേദങ്ങളുടെ അന്തസത്ത മനസ്സിലാക്കിക്കൊണ്ട് ആത്മജ്ഞാനപരമായി മുന്നേറിയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേദങ്ങൾ നൽകുന്ന അറിവുകൾ വലിയ ഒരു പ്രയോജനം പിന്നീട് ചെയ്യുകയില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വായിച്ചെടുക്കാം. ആത്മജ്ഞാനം എന്ന മഹാസമുദ്രമാണ് പ്രധാനം. ആ മഹാസമുദ്രവുമായി താരതമ്യം ചെയ്യുമ്പോൾ വേദങ്ങളിലെ അറിവുകൾ എന്ന് പറയുന്നത് ഒരു കുളത്തിലെ വെള്ളത്തിനത്രയും മാത്രമേ ഉള്ളൂ എന്ന ഒരു വായനയും നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് വായിച്ചെടുക്കാം. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഭഗവത്ഗീതാകാരൻ വേദങ്ങളുടെ ഈ അർത്ഥവാദങ്ങളെ, അതായത് പ്രലോഭനപരമായ വാഗ്ദാനങ്ങളെ, അതായത് ഭൗതിക സുഖങ്ങളിലേക്ക് മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന സ്വാർത്ഥപരമായ ചിന്തകളെ തള്ളിപ്പറയുന്നതായും, അങ്ങനെ നോക്കുമ്പോൾ ഗീതാകാരൻ
വേദങ്ങൾക്കെതിരായി ഒരു ചെറിയ വിമർശനം തന്നെ നടത്തുന്നതായി നമുക്ക് ഇവിടെ നിന്ന് വായിച്ചെടുക്കാം എന്ന് തോന്നുന്നു. അതല്ല, ഇതൊരു സമഗ്രമായ ആത്മീയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ സ്വാർത്ഥപരമായ പ്രലോഭനങ്ങളൊക്കെ ഇവിടെ പറയുന്നത് എങ്കിൽ വേദങ്ങളെയല്ല വിമർശിക്കുന്നത്, വേദങ്ങളിലെ ഈ ആത്മജ്ഞാനത്തെ ഉദ്ദേശിച്ചുള്ള കാര്യങ്ങളെ മറന്നുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള മനുഷ്യരുടെ ചിന്തയെയാണ് ഗീതാകാരൻ എതിർക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ഈ വേദങ്ങളുടെ പഠനം കൊണ്ട് നേടേണ്ടത് ആത്മജ്ഞാനപരമായ അറിവാണെന്നും അല്ലാതെ അതിൽ പറഞ്ഞിരിക്കുന്ന ത്രിഗുണാത്മകമായ ഭൗതിക വിഷയങ്ങളോടുള്ള താല്പര്യമാകരുതെന്നും കൂടി നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് വായിച്ചെടുക്കാം. ഇതെന്തിനാണ് ഇതൊക്കെ ഇവിടെ പറയുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. നമ്മുടെ ബുദ്ധിയോഗവുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ, ഈ ത്രിഗുണാത്മകമായ അല്ലെങ്കിൽ ഭൗതിക തലത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് വേദങ്ങൾ പറയുന്നതെന്നും അവിടം വിട്ട് അതിന് മുകളിലുള്ള ആത്മീയ തലത്തിലേക്കാണ് അർജുനൻ പോകേണ്ടതെന്നുമാണല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പം അങ്ങനെ വേദങ്ങളും ധർമ്മശാസ്ത്രങ്ങളും പറയുന്നതൊക്കെ വിശ്വസിച്ച് നരകാദി ഭയങ്ങളും പേറി വിഷാദചിത്തനായി ബാധ്യസ്ഥമായ കർമ്മം ചെയ്യാൻ മടിക്കുന്ന അർജുനനോടാണ് കൃഷ്ണൻ ഇതെല്ലാം പറയുന്നത് നമ്മൾ ഓർക്കണം. വികാരതലത്തിൽ നിൽക്കുന്നവരെയാണ് ഇങ്ങനെയുള്ള ഭയാശങ്കകൾ അലട്ടുന്നത്. ആത്മീയ തലത്തിൽ സമബുദ്ധിയോടെ നിലകൊണ്ടാൽ ഇമാതിരി ചിന്തകൾക്ക് മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കഴിയില്ല. പാർത്ഥ, ആത്മജ്ഞാനമെന്ന സമുദ്രം നിന്നിലാകെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേദങ്ങളിൽ നിന്നും ധർമ്മശാസ്ത്രങ്ങളിൽ നിന്നും നീ ആർജിച്ച ത്രിഗുണാത്മകമായ അറിവുകളാകുന്ന കിണറ്റുവെള്ളവും അത് നിന്നിലുളവാക്കുന്ന വിഷാദ ചിന്തകളും അപ്രസക്തമായിക്കൊള്ളും. നിന്നിലെ ബോധത്തെ, ആത്മീയതയാണ് ഉണർത്തേണ്ടത്. അത് സംഭവിച്ചാൽ നിന്നെ കർമ്മവിമുഖനാക്കുന്ന ഇவ்வித ചിന്തകളെല്ലാം താനേ അടങ്ങിക്കൊള്ളുമെന്നാണ് കൃഷ്ണൻ അർജുനനോട് ഇതിലൂടെയൊക്കെ പറയുന്നത്. ശ്ലോകം 47. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂർമാ തേ സങ്കോസ്ത്വകർമ്മണി. അർത്ഥം, കർമ്മം ചെയ്യുന്നതിനെ നിനക്ക് അധികാരമുള്ളൂ, കർമ്മഫലത്തിനില്ല. ഫലം കിട്ടണമെന്ന ആശയോടെ കർമ്മം ചെയ്യുന്നവനാകരുത്. കർമ്മം ചെയ്യാതിരിക്കുന്നതിലും നിനക്ക് താല്പര്യം ഉണ്ടാവരുത്. ഈ ശ്ലോകം സാധാരണക്കാർക്ക് പോലും അറിയാവുന്നൊരു ശ്ലോകമാണ്. വളരെ പ്രസിദ്ധമായതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളതുമായുള്ള ഒരു ശ്ലോകമാണ് ഈ കർമ്മണ്യേ വ്യാധികാരിസ്തേ എന്നുള്ളത്. അത് പ്രത്യേകിച്ചും ഈ മഹാഭാരതം സീരിയൽ കൂടിയൊക്കെ ഈ ശ്ലോകം ഗീതാ വിഷയത്തിൽ തൽപരരല്ലാത്ത സാധാരണക്കാർക്ക് പോലും പരിചിതമാണ്. താനും ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു ശ്ലോകമാണിത്. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഗംഭീരമാണ്, പക്ഷേ അതിനെ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ തെറ്റായിട്ടുമാണ്. അതാണ് എൻ്റെ വ്യത്യാസം. നമുക്കൊന്ന് നോക്കാം എന്താണ് പറയുന്നത്. ഈ പറയുന്നത് എന്താണ്? കർമ്മം ചെയ്യുന്നതിനെ നിനക്ക് അധികാരമുള്ളൂ. അധികാരമുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധികാരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ അധികാരം എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളതുമായിട്ടൊന്ന് കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. അധികാരമുള്ളതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്. അതായത് നിൻ്റെ കയ്യിലുള്ളത് അതേ ഉള്ളൂ. നിനക്ക് ജോലി ചെയ്യാം, അതിന് മറ്റാരുടെയും സഹായം വേണ്ട. നീ ചെയ്യാനുള്ള ജോലി നിനക്ക് ചെയ്യാം. അപ്പോൾ അതാണ് നിനക്ക് അധികാരമുള്ളൂ, കർമ്മഫലത്തിനില്ല എന്ന് പറയുന്നത്. അതായത് കർമ്മത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് നിർണ്ണയിക്കുന്നത് പല ഘടകങ്ങളാണ്. ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു, അതിന് കൃത്യമായി ഫലം കിട്ടുമോ എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം ആ ഫലം പല കാര്യങ്ങളെ നിർണ്ണയിച്ചിരിക്കും. നമ്മൾ ഉദാഹരണത്തിന് പരീക്ഷയ്ക്കെല്ലാം നമ്മൾ ഭംഗിയായി പഠിച്ചു, എല്ലാം A to Z പഠിച്ചു, ഒരു പ്രശ്നവുമില്ല. പക്ഷേ പരീക്ഷയുടെ ദിവസം ഉത്തരക്കടലാസിന് മുമ്പിൽ ചെന്നിരിക്കുന്ന സമയത്താണ് ഒരു തലകറക്കം പോലെ വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇല്ല. അതായത് നമുക്ക് കൃത്യമായിട്ട് എന്തായിരിക്കും ലഭിക്കാൻ പോകുന്നതെന്നറിയത്തില്ല. അതേസമയം പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. അതാണ് ഈ അധികാരം എന്ന് പറയുന്നത്. അപ്പം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്ന് പറയുന്നത് അവനാൽ കഴിയുന്ന കാര്യമാണ്. അതിൻ്റെ ഫലം കൃത്യമായി കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനൊക്കത്തില്ല. പക്ഷേ പഠിക്കാതിരുന്നാൽ ഒരിക്കലും ഫലം കിട്ടത്തില്ല. പക്ഷേ ശരിക്കും പഠിച്ചിട്ട് പോയാലും അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാലും നമുക്ക് ഫലം കിട്ടില്ല. അതുകൊണ്ട് ഫലത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആശങ്കപ്പെടരുത്. അതിനകത്തായിരിക്കരുത് നമ്മുടെ ശ്രദ്ധ പഠനത്തിലായിരിക്കണം എന്നാണ് പറയുന്നത്.
അപ്പോൾ കർമ്മഫലത്തിൽ ആശ വെക്കരുത്. നിൻ്റെ അധികാരപരിധിയിലുള്ള കർമ്മമാണ് നീ ചെയ്യേണ്ടത്, അത് നീ ചെയ്യാൻ ബാധ്യസ്ഥമായ കർമ്മം നീ ചെയ്തുകൊള്ളൂ എന്ന് പറയുന്നതോടൊപ്പം തന്നെ പറയുന്നു, നീ കർമ്മത്തിൽ താല്പര്യമില്ലാത്തവനാകരുത്. കാരണം കർമ്മത്തിൻ്റെ ഫലത്തിൽ ആശ വെക്കരുതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം ഉണ്ടാകും, പിന്നെന്തിനാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്? അങ്ങനെ ഒരിക്കലും നിനക്ക് തോന്നരുത്, അങ്ങനെ ആർക്കും തോന്നാൻ പാടില്ല. കർമ്മഫലത്തിൽ ആശ വെക്കാതെ തന്നെ കർമ്മത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കണം, കർമ്മം ആത്മാർത്ഥമായി ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇതിൻ്റെയൊക്കെ യുക്തിഭദ്രമായ ചിന്ത എന്താണ്? ആശയം എന്താണ്? ഇതൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. വളരെ വിദ്യാഭ്യാസമുള്ള ആളുകളോട് ഞാൻ സംസാരിക്കുമ്പോഴും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ശാസ്ത്രജ്ഞരുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോഴും മറ്റും എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഗീതാശ്ലോകങ്ങളെല്ലാം യുക്തിഭദ്രമായിട്ടുള്ള ഇതിൻ്റെ വിശകലനങ്ങളിലേക്ക് പോകാൻ ആളുകൾക്ക് കഴിയുന്നില്ലെന്നുള്ളതാണ് സത്യം. ഈ ഭഗവത്ഗീത പോലെയുള്ള ഒരു വേദാന്ത ബൗദ്ധിക തലത്തിലുള്ള ഒരു ഗ്രന്ഥത്തിനെ മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് വളരെ ഗാഠമായിട്ട് ആലോചിച്ച് ഇതിൻ്റെ സമഗ്ര സ്വഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ. അല്ലാതെ എന്തെങ്കിലും ഉപരിപ്ലവപരമായി എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ അധികാരമെന്ന് പറയുന്നത് ജാതിയും മതവും ഇങ്ങനെയൊക്കെയാണെന്നുള്ള ഒരുപാട് സംശയം വരും. ഇത് ആരുടെയും കുറ്റമല്ല. ഈ വിഷയം ഉള്ളിലേക്ക് മനസ്സിലാക്കി എടുക്കുന്നതിനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ മാതിരി അബദ്ധങ്ങളൊക്കെ നമ്മൾ സമൂഹത്തിൽ പരക്കുന്നതെന്നാണ് എൻ്റെ തോന്നൽ. നമുക്ക് ഈ വിഷയത്തിലേക്ക് ഒന്നുകൂടി വിശദമായിട്ട് കടന്നു നോക്കാം. ഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യണമെന്ന ഗീതാ സന്ദേശം കർമ്മം ചെയ്യാനുള്ള താല്പര്യത്തെ തന്നെ ഇല്ലാക്കുന്നതാണെന്നാണ് വലിയൊരു വിഭാഗം ആളുകളുടെ അഭിപ്രായം. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മഫലമാണ് കർമ്മം ചെയ്യാനുള്ള പ്രചോദന ഘടകം അല്ലെങ്കിൽ മോട്ടിവേഷൻ ഫാക്ടർ തന്നെ. ഫലാകാംക്ഷ പാടില്ലെങ്കിൽ കർമ്മം ചെയ്യുന്നതിനുള്ള പ്രചോദനം പിന്നെ എന്താണെന്നാണ് ഇവർ ചോദിക്കുന്നത്. കർമ്മം ചെയ്യാനേ നിനക്ക് അധികാരമുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ജാതീയമായ കർമ്മങ്ങളിൽ മനുഷ്യരെ തലത്തിൽ സമൂഹത്തിലെ ഉച്ചനീചിത്വങ്ങൾ നിലനിർത്താൻ വേണ്ടിയെന്നാണ് മറ്റൊരു കൂട്ടരുടെ ആക്ഷേപം. ജാതി വ്യവസ്ഥയെ ഇവിടെ ഉറപ്പിച്ചു നിർത്തി ദരിദ്രരായി തന്നെ നിലനിർത്താനുള്ള മതതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഈ ഭഗവത്ഗീതാ ശ്ലോകമെന്ന ആക്ഷേപം പോലും ചിലർ ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊക്കെ സത്യത്തിൽ കഥയറിയാതെ ആട്ടം കാണുക എന്ന് പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളാണ്. ഈ ശ്ലോകത്തിൽ അങ്ങനെ ഒരു മാനവേ കൽപ്പിക്കാൻ കഴിയുന്നില്ല. ഇത് വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഫലം ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ഒരു കർഷകൻ വിത്ത് വിതച്ച് അതിനെ ആ ചെടിയെ നല്ലപോലെ സംരക്ഷിച്ച് അവനാൽ കഴിയുന്ന വിധത്തിൽ ആത്മാർത്ഥതയോടുകൂടി അതിനെ നോക്കി വളർത്തുക എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അവന് നല്ലൊരു വിളവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 99% അങ്ങനെ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ 1% അതിന് തലേദിവസം ഒരു കാറ്റും മഴയും പെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ എന്താ ഈ കാര്യം? നമ്മൾ വിചാരിക്കുന്നിടത്ത് കാര്യം നിൽക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ഈ ശ്ലോകം പറയുന്നത് കർമ്മം ചെയ്യുന്നതിന് നിനക്ക് അധികാരമുള്ളൂ, കർമ്മഫലത്തിനില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ കർമ്മഫലത്തിൽ അനാവശ്യമായിട്ടുള്ള ആശ വെക്കരുത്. കർമ്മഫലത്തിൽ ആശ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ആ ഫലം കിട്ടുമോ അതിനനുസരിച്ച് നമ്മുടെ കർമ്മത്തെ നമ്മൾ പരിമിതപ്പെടുത്തും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി മാത്തമാറ്റിക്സ് പരീക്ഷ എഴുതാൻ പോവുകയാണ്. അപ്പം അവനെ പല വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ശേഖരിച്ച് വെച്ച് ആ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസർ പഠിച്ച് ആ വിധത്തിൽ പരീക്ഷയ്ക്ക് പോകും. എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഒരു മിടുക്കനായ ഒരു പ്രൊഫസറാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആ വർഷം തയ്യാറാക്കിയതെങ്കിൽ ഈ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറുകളിലുള്ള ഒരു ചോദ്യത്തിൻ്റെ മോഡലിലൊന്നുമുള്ള ചോദ്യമായിരിക്കില്ല. അദ്ദേഹം തയ്യാറാക്കുന്ന കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ഈ ചോദ്യങ്ങൾ ഈ കുട്ടിക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല. കാരണം അവൻ ആ വിഷയത്തെ ശരിക്കും പഠിച്ചില്ല. അവൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു, പക്ഷേ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ മാറിയപ്പോൾ അവനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി. അതേസമയം ഭഗവത്ഗീത പറയുന്ന പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ നീ പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കാതെ നീ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കൂ. നീ ശരിക്കും പഠിക്കൂ. ആ വിഷയം നീ ശരിക്കും മനസ്സറിഞ്ഞ് ആസ്വദിച്ച് പഠിക്കൂ. നീ അത് പഠിച്ച് കൈ വെച്ച് കഴിഞ്ഞാൽ ഏത് ജഗജില്ലിയായ അധ്യാപകൻ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയാലും നീ അത് ആൻസർ ചെയ്യും. കാരണം നിനക്കിതെല്ലാം അറിയാം. അപ്പം അറിവാണ് പ്രധാനം. നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥികളോടൊക്കെ പറയുകയാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കുന്ന വിഷയത്തെ മനസ്സിലാക്കി ആ അറിവ് നേടുകയാണ് ആവശ്യം. അതല്ലാതെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഉദ്യോഗം ഏതാണ്, സ്കോർ ഏതാണ്, അതേതാണ് ഇതേതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ
പഠനം എന്ന കർമ്മത്തിലുള്ള ശ്രദ്ധ നമ്മുടെ വിട്ടുപോവുകയും നമുക്ക് 100% ശ്രദ്ധ പഠനത്തിൽ കൊടുക്കാൻ കഴിയാതെ വരും. കാരണം നമ്മൾ ആശയില്ല, നമ്മുടെ ഈ ഈ പഠനം കഴിഞ്ഞാൽ കിട്ടാവുന്ന ഗുണഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ വേറെ വിധത്തിൽ ചിന്തിക്കണം. നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ശരിക്കും ആ സബ്ജക്റ്റിനെ അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു ചോദ്യത്തിനും ആൻസർ ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ പിന്നെ ആരെയാണ് ഭയക്കേണ്ടത്? ആരെയും ഭയക്കേണ്ടതില്ല. അപ്പോൾ ഈ പറയുന്നതിൻ്റെ എല്ലാം അർത്ഥം അതേ ഉള്ളൂ. ചെയ്യുന്ന കർമ്മ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി 100% ഇൻവോൾവ്മെൻറ്റോടുകൂടി അത് ചെയ്യുക. അതിൻ്റെ ഫലത്തെക്കുറിച്ച് അനാവശ്യമായിട്ട് ചിന്തിക്കേണ്ടതില്ല. പക്ഷേ മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഫലം ശരിക്കും കിട്ടിക്കോളും. അത് നമ്മൾ അതിനെക്കുറിച്ച് അനാവശ്യം വ്യാകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് മാത്രമാണ് ഈ ശ്ലോകത്തെ വ്യാഖ്യാനിച്ച് പറയേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അല്ല ഇതിന് എന്തെങ്കിലും മതമോ ജാതിയോ കുലധർമ്മമോ ധർമ്മമോ ആരെങ്കിലും പാവപ്പെട്ടവനെ ചില തൊഴിലുകളിൽ തളച്ചിടാനോ ഇങ്ങനെയുള്ള ഒരു താല്പര്യങ്ങളും ഇതിനകത്തൊന്നുമില്ല. സത്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഗീതാശ്ലോകങ്ങളെ ഒന്നും ശാസ്ത്രീയമായ രീതിയിൽ വിശകലനം ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് ഈ അബദ്ധങ്ങളൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ പരത്താൻ കാരണം. ഒരു മതപരമായ കാര്യമോ ഹിന്ദുമതത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടാകാനുള്ള ഒരു പ്രഭാഷണ പരിപാടിയായിട്ടൊന്നുമല്ല ഞാനിത് ചിന്തിക്കുന്നത്. വേദാന്ത സാരസർവസ്വമാണ് ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ വേദാന്തം എന്ന് പറയുന്നത് ബൗദ്ധിക തലത്തിലുള്ള ചിന്തയാണെന്ന് ആർക്കും അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭഗവത്ഗീത അതിനനുസൃതമായിട്ടാണോ രചിക്കപ്പെട്ടിട്ടുള്ളത്, അതോ ആളുകൾ സമൂഹത്തിൽ പറയുന്ന പോലെയുള്ള പല വൈകല്യങ്ങളോട് കൂടിയാണോ എന്നുള്ള ഒരു ശാസ്ത്രീയ അന്വേഷണമാണ് സത്യത്തിൽ ഞാനീ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാകുന്നത് ഈ പറഞ്ഞു പരത്തപ്പെട്ടിട്ടുള്ള സമൂഹത്തിൽ പരത്തപ്പെട്ടിട്ടുള്ള പല പല കാര്യങ്ങളും അറിവില്ലായ്മ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് അറിവുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. ചിലപ്പോൾ മനഃപൂർവ്വമാണെന്നൊക്കെ ആളുകൾ പറയുമെങ്കിലും എനിക്ക് തോന്നുന്നത് മനഃപൂർവ്വമല്ല. കാരണം ഈ വേദാന്തം എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവതരമായിട്ട് ചിന്തിച്ച് മനനം ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എൻ്റെ നോട്ടത്തിൽ ഇത് പഠിച്ചിട്ട് ആളുകൾക്ക് ഇതിനെ സമഗ്രമായിട്ട് വിലയിരുത്തിക്കൊണ്ട് യുക്തിസഹമായിട്ട് ഇതിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലായ്മ കൊണ്ട് പറ്റുന്ന അബദ്ധമാണിതൊക്കെ. ഈ ശ്ലോകങ്ങളിലൊന്നും തന്നെ മതമോ ജാതിയോ വർഗമോ ദേശമോ ഭാഷയോ ഒന്നുമില്ല. ഇത് ലോകത്തിലെ ഏത് സ്ഥലത്തുള്ള മനുഷ്യർക്കും ഒരുപോലെ പ്രയോജനപ്പെടാം. ഇപ്പോൾ പറഞ്ഞു വെച്ചത് ഇവിടെ എന്താണ്, നിനക്ക് കർമ്മം ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ. അതായത് എന്താണോ ബാധ്യസ്ഥമായിട്ടുള്ള കർമ്മം മാക്സിമം ആത്മാർത്ഥതയോടുകൂടി നീ ചെയ്യുക. അത് നിനക്ക് ചെയ്യാൻ കഴിയൂ. കർമ്മഫലത്തെ നിനക്ക് പ്രതീക്ഷിക്കാം, പക്ഷേ അത് കിട്ടുമെന്ന് 100% ഉറപ്പില്ല. പക്ഷേ അങ്ങനെയുള്ള ഉറപ്പില്ലാത്തൊരു കാര്യത്തിൽ കണ്ണുവെക്കാതെ നീ ആത്മാർത്ഥമായിട്ട് നിൻ്റെ കർമ്മം ചെയ്യൂ. ആ കർമ്മം ചെയ്യുമ്പോൾ അങ്ങനെ ആത്മാർത്ഥമായി കർമ്മത്തിൽ മാത്രം മനസ്സൂന്നി കർമ്മം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ആ കർമ്മത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഫലമായിരിക്കും കിട്ടുന്നത്. ഗൗരവപൂർവ്വം ഇത് പറയാൻ കാരണം ഞാൻ ചിലതൊക്കെ ഭഗവത്ഗീത പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ പറയുന്നതിലൊക്കെ വളരെ വളരെ കാര്യമുണ്ട്. നമ്മൾ ഈ വിഷമസന്ധികളിലൊക്കെ പെട്ടിട്ട് നമ്മളെ ആരൊക്കെയോ ശരിയാക്കാൻ പോകുന്നു, നമ്മളെ നശിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കരഞ്ഞ് വിഷമിച്ചുകൊണ്ടൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ്. ആ വിജയത്തിലേക്ക് നിങ്ങൾ നോക്കണ്ട, പക്ഷേ ആ വിജയം താനേ വന്ന് എത്തിക്കൊള്ളും എന്നുള്ള ഒരു മഹനീയമായ സന്ദേശമാണ് ഈ ശ്ലോകം നൽകുന്നത്. ഒരിക്കലും ഇതിനെ നമ്മൾ കുറച്ച് കാണരുത്, ജാതിയും മതവുമായിട്ടൊക്കെ കൂട്ടിക്കെട്ടരുത്. അതൊക്കെ അറിവില്ലായ്മയാണ്. ഒന്ന് പഠിക്കൂ. ഇതൊക്കെ ശരിയായിട്ട് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതൊന്നും മത പ്രസംഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഒരു ബൗദ്ധികമായ തലത്തിലുള്ള മാനവരാശിക്ക് പ്രയോജനമാകുന്ന ഒരു ഗ്രന്ഥത്തെ എടുത്തുകൊണ്ട് യുക്തിഭദ്രമായിട്ടും ശാസ്ത്രീയമായിട്ടും അതിനെ വിശകലനം ചെയ്യാൻ കഴിയുന്നത്. അതേസമയം തന്നെ അതിൽ എന്തെങ്കിലും വിമർശിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ അത് പച്ചയ്ക്ക് തന്നെ പറയുകയും ചെയ്യും. അതിനകത്ത് മടിയൊന്നുമില്ല. ഗീതാകാരൻ 42, 43, 44 എന്നീ ശ്ലോകങ്ങളിൽ ആ കാലഘട്ടത്തിലെ ഹിന്ദു സമൂഹത്തിൽ ഉണ്ടായിരുന്ന വൈദിക പൗരോഹിത്യ മതത്തിൻ്റെ സ്വാധീനവും ദുസ്വാധീനവും, അതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് മോക്ഷം ലഭിക്കില്ല എന്ന് പോലും ഗീതാകാരന് പറഞ്ഞു വെക്കാമെങ്കിൽ എനിക്ക് എന്തെങ്കിലും തെറ്റായിട്ട് ഈ ഗ്രന്ഥത്തിൽ കണ്ട് അത് പറയുന്നതിന് യാതൊരു മടിയില്ല. ഞാനത് പറയുക തന്നെ ചെയ്യും. പക്ഷേ തെറ്റ് കാണുന്നില്ലെങ്കിൽ എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിക്കുക. നമ്മുടെയൊക്കെ ഈ
സ്വഭാവത്തെ തന്നെ, നമ്മുടെയൊക്കെ പ്രകൃതത്തെ തന്നെ മാറ്റിയിട്ട് നന്മയിലേക്ക് നോക്കാനായിട്ട് ഉള്ള ചില ഉപദേശങ്ങളാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ നൽകുന്നത്. നമ്മൾ അതൊക്കെ കാണാതെ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുടെയൊക്കെ പുറത്തും ജാതിയും മതവും അതെല്ലാം ഉണ്ട് ഈ സമൂഹത്തിൽ. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഈ ഭഗവത്ഗീതയായിട്ട് കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. ഭഗവത്ഗീത ഉണ്ടായ കാലത്ത് ഈ പറയുന്ന ജാതിയും മതവും ഈ വൃത്തികേടുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് ഇതൊക്കെ രചിച്ച ഋഷികൾക്ക് അവർക്ക് നമ്മുടെ കാണുന്ന ഈ താല്പര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കണ്ണാടിയിൽ കൂടിയാണ് എല്ലാത്തിനെയും നോക്കുന്നത്. നമ്മൾ 4000-3000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സമൂഹത്തിന് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ ദുസ്ഥിതി വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ ഈ ശ്ലോകങ്ങളെയെല്ലാം ദുർവ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെ ഒരു ഉണ്ടാകരുതെന്നുള്ളൊരു അപേക്ഷ കൂടി എനിക്കുണ്ട്. നിങ്ങൾ പഠിച്ചു നോക്കിയിട്ട് എന്താണോ ഇതിനകത്ത് തെറ്റായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ നോട്ടത്തിൽ എന്തെങ്കിലും തെറ്റായിട്ടോ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടോ വരുന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങളോട് പറയുക തന്നെ ചെയ്യും. ഒരിക്കലും ഇത് മറച്ചു വെക്കുകയില്ല എന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും നമസ്കാരം.